പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 ജില്ലകളിലെയും കണ്ണൂർ ജില്ലയിലെ 3 താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അതായത് എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് ഉണ്ട് അല്ലേ? തീർച്ചയായും രണ്ടിടത്ത് തിരുവനന്തപുരത്തും കൊല്ലത്തും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യെല്ലോ അലർട്ടാണ്. മഴ അതിശക്തമായി പെയ്യുന്നുണ്ട്. പിന്നെ മലയോര മേഖലകളിൽ രാത്രി പരക്കെ മഴ പെയ്യുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ രാത്രി മുഴുവൻ മഴയായിരുന്നു. പക്ഷേ നഗരപ്രദേശങ്ങളിലൊന്നും അങ്ങനെ മഴ കണ്ടില്ല. അതൊരുപക്ഷെ തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്താലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്നാലും അതൊന്നും ഉണ്ടായില്ല. എങ്കിലും യെല്ലോ അലർട്ട് ഇവിടെയുണ്ട്. ശാലിനി, ഇന്നും മഴ മുന്നറിയിപ്പുണ്ട്. അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. എങ്ങനെയാണ് പറയുന്നത്? കൃഷ്ണരാജ്, രാഖി, ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്തായാലും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയ്ക്കും കൊല്ലം ജില്ലയ്ക്കും ചെറിയൊരു ആശ്വാസമുണ്ട്. 2 ജില്ലയ്ക്കും യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജില്ലകളിൽ പരക്കെ മഴ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി മുതൽ തന്നെ ശാന്തമായൊരു സാഹചര്യം, കാലാവസ്ഥയൊക്കെയാണ് നഗരപ്രദേശങ്ങളിലുള്ളത്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ ചിലയിടങ്ങളിൽ ചെറിയ തോതിൽ മഴ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ആശങ്കാജനകമായൊരു മഴ സാഹചര്യം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലില്ല. പക്ഷേ തീരദേശ മേഖലകളിൽ കടലാക്രമണ ഭീഷണിയുണ്ട്. ഒപ്പം തന്നെ കടൽ പ്രക്ഷുബ്ധമാണ്. കടലിൽ ഇറങ്ങിയുള്ള മത്സ്യബന്ധനം അടക്കം തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾക്ക് നിലവിൽ വിലക്ക് തുടരുകയാണ്. അതേസമയം തന്നെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഈ 12 ജില്ലകൾക്കും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരുന്ന 4 ദിവസം കൂടി സംസ്ഥാനത്ത് ഇതേ ഗതിയിൽ മഴ തുടരും എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തൊക്കെ ഇന്നലെ രാത്രി വൈകിയൊക്കെ അതിശക്തമായ കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും ഒക്കെ താമസിക്കുന്നവർ ഈ കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷിത ഇടങ്ങളിലേക്കൊക്കെ മാറണം എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കാരണം മരമൊടിഞ്ഞു വീണും കടപുഴകി വീണും ഒക്കെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ അത്തരം മേഖലകളിൽ സുരക്ഷിതരാകണം എന്നുള്ളതാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 10 ജില്ലകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്നിപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴ സാഹചര്യം കണക്കിലെടുത്തും ഒപ്പം തന്നെ പല ജില്ലകളിലെയും സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് കണക്കിലെടുത്തുമാണ് ഈ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുള്ളത്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് അവധി നൽകിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, ഇരിട്ടി, തളിപ്പറമ്പ് താലൂക്കുകളിലെ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് എന്നുള്ളതാണ് അതായത് ജില്ലാ കളക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആശങ്ക ചെറിയ തോതിലെങ്കിലും ഒഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. എന്തായാലും ഇനി അലർട്ടുകൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ അലർട്ടുകൾ മാറാനുള്ള സാഹചര്യങ്ങളുണ്ട്. ചില ജില്ലകളിലെ അണക്കെട്ടുകളിലൊക്കെ വെള്ളം നിറയുന്നുണ്ട്. അതൊക്കെ മുഴിയാർ അടക്കമുള്ള അണക്കെട്ടുകൾ തുറന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ടുകൾക്ക് സമീപത്ത് താമസിക്കുന്നവരും അതിന്റെ സമീപത്തുള്ള ഡാമുകൾക്കൊക്കെ അലർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഉണ്ട് എന്നുള്ളതാണ്.